മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇന്ന് പകൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. കർത്താവേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. നമ്മൾ ഏതെങ്കിലും നിലകളിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വണ്ണം നമ്മൾ ദൈവവുമായിട്ട് ഒരു ഗ്യാപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം ഒന്ന് ഏറ്റു പറഞ്ഞിട്ട് കർത്താവേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നമുക്ക് ഇന്ന് പകൽ ദൈവത്തോട് ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് അടുക്കാതെ വണ്ണം നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിലെ കുറവുകളോടുകൂടെ ഒരിക്കലും നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ ആരും നീതിമാന്മാരല്ല. എന്നാൽ ഇന്ന് പകല് തമ്പുരാൻ നമ്മളെ ഒന്ന് നീതീകരിച്ചാൽ നമ്മൾ നീതീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവേ, എന്നെ അവിടുത്തെ തിരുരക്തം കൊണ്ടൊന്ന് കഴുകിയൊന്ന് ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് എല്ലാവർക്കും ചേർന്ന് ആമേനൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. സ്തോത്രം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത്. നമ്മളെല്ലാവരും കർത്താവിന്റെ പ്രിയന്മാരല്ലേ? നമുക്ക് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. സ്തോത്രം. കർത്താവ്, എന്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ടപ്പ, അതെല്ലാം ഒന്ന് ഇന്ന് പകൽ എന്നോട് ക്ഷമിക്കണമേ. ഞാനൊന്ന് മടങ്ങി വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്റെ ജീവിതത്തിലെ ബലഹീനതകളെല്ലാം ഞാനൊന്ന് മാറ്റി വെച്ചിട്ട്, ഇറക്കി മാറ്റി വെച്ചിട്ട്, അതൊക്കെ ദൂരത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് പകൽ അവിടുത്തെ സന്നിധിയോട് ഞാനിന്ന് ഓടി അടഞ്ഞു വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, ഇന്ന് പകൽ എന്നോട്, എന്റെ കുടുംബത്തോട് അവിടെ ഒന്ന് മനസ്സലിയണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം മരണമേ. ആമേൻ. സ്തോത്രം. നമ്മുടെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കാനാവിലെ ആ കല്യാണ വീട്ടില് തമ്പുരാൻ ആ വീട്ടിൽ വന്നപ്പോൾ ആരും ഒരു പരിഗണനയും കൊടുക്കാതിരുന്ന 6 കൽഭരണികൾ അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? അടുക്കളയ്ക്കകത്ത് കയറി ചെന്നു. സ്തോത്രം. ഇന്ന് പകല് നമ്മുടെ ജീവിതത്തില് നമ്മുടെ നന്മ തരത്തില്ല, നമ്മളെ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ അവകാശത്തിന് മേല് പിശാച് അവകാശം പറയുന്ന ഓരോ സാഹചര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. എത്ര പ്രിയപ്പെട്ടവർക്ക് ആ ഒരു ഉറപ്പുണ്ട്? നീ വലിഞ്ഞു വേഗി മുന്നോട്ട് പോകുന്ന ഒരു അനുഭവമല്ല, ഒരു ശക്തമായിരിക്കുന്ന ഒരു വിടുതല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നാടുകളിൽ നൽകി തന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കുമാറാകട്ടെ. ആരും ഒരു പരിഗണനയും കൊടുക്കാതിരുന്ന ഏറ്റവും താഴ്ചയുള്ളതിനെ തമ്പുരാൻ ഏറ്റവും മാന്യതയുള്ളതാക്കി മാറ്റുവാനായിട്ട് വിശ്വസിക്കാതെ എന്റെ ജീവിതത്തിൽ എനിക്ക് പുകഴുവാനോ പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവേ, അവിടുത്തെ സന്നിധി ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ദൈവത്തിന്റെ പേരിൽ ഒരു നല്ലൊരു മാന്യത, നല്ലൊരു ഉയർച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് ദൈവം നിങ്ങളെ മാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകളെ അവനോട് നിർത്തുകയാണ്.